ലോകത്ത് അതിർത്തികളൊക്കെ ഇല്ലാതാവണം, പക്ഷെ സ്വന്തം പെട്ടി മതിൽ കിട്ടി വയ്ക്കും. വിവാഹം സങ്കല്പം ഇതൊന്നും പാടില്ല. അച്ഛൻ മകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം, അച്ഛൻ അമ്മയ്ക്ക് ഗർഭം, അതായത് മകൻ അമ്മയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെ ഒരു കാലം. നമസ്കാരം. അഖിൽ മാരാറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒപ്പോസ് ചെയ്തുകൊണ്ടും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും എന്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ, ഇതിലല്ല എന്റെ രാഷ് ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഒരു ഇന്റർവ്യൂ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇന്റർവ്യൂവിലാണ്, അതായത് അഖിൽ മാരാറിന്റെ ഒരു ഇന്റർവ്യൂ, മൈത്രേനെ കുറിച്ച് പറയുന്ന ഒരു ഇന്റർവ്യൂ. അതിനകത്ത് അഖിൽ മാരാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. വ്യക്തിപരമായിട്ട് ആരോടും പുള്ളിക്ക് എതിർപ്പില്ല. അവര് പറയുന്ന നിലപാടിനോട് അല്ലെ അവര് പറയുന്ന അഭിപ്രായത്തോടാണ് അവർക്ക് എതിർപ്പ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കും മാരാറിനോട് ഒരു വ്യക്തി വൈരാഗ്യമോ എനിക്കില്ല. മാരാറ് പറഞ്ഞ അഭിപ്രായത്തോട് മാത്രമാണ് എന്റെ എതിർപ്പ്. അത് നഖശികാന്തം എതിർക്കുകയും ചെയ്യും. അത് എന്റെ അഭിപ്രായം ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തി പറയുന്ന അഭിപ്രായം എനിക്ക് യോജിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് എന്റെ അഭിപ്രായമായിട്ട് ഇവിടെ പറയും. ഇപ്പം പല കേസുകളിലും അഖിൽ മാരാറിന്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ എന്റെ എതിർപ്പ് ഞാൻ അവിടെ എന്ത് ചെയ്തു, അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് എതിർപ്പാണുള്ളത്. അതുപോലെ തന്നെ ഞാൻ വന്ന് പറയുന്നുണ്ട്. ഇത് ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഈ മൈത്രേയൻ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലരും വന്നിപ്പോ മൈത്രേയന്റെ കുറെ ആൾക്കാർ വന്നിപ്പോ കമന്റ് ചെയ്യും. ഞാൻ എന്നൊക്കെ മൈത്രേയന്റെ അഭിപ്രായത്തിന് എതിരായി നിന്നുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ് പുള്ളി പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ബുദ്ധിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. ഞാൻ അങ്ങനെ കമന്റ് ഇടുന്നവരോട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്നും കൂടി എന്ന് പറയുക. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവണല്ലോ. എനിക്ക് പുള്ളി പറഞ്ഞപ്പോൾ മനസ്സിലായത് എന്ത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾക്ക് പുള്ളി പറയുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഒന്നത്തെ പറഞ്ഞത്, അല്ല നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്നൊരൊറ്റ വാക്ക് നിർത്താൻ നിനക്ക് എന്താണ് മനസ്സിലായത്, അതെനിക്ക് ഇന്നെ കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്ത എന്നുള്ളതാണ്. ഇവിടെ മൈത്രേയൻ പറഞ്ഞ പ്രസ്താവനകളെ എതിർത്തുകൊണ്ട് അഖിൽ മാരാർ പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഞാൻ അഖിൽ മാരാറിന്റെ കൂടെയാണ്. അപ്പോ എന്തായാലും മൈത്രേയൻ എന്താണ് പറഞ്ഞത്, ഇത് എന്താണോ അഖിൽ മാരാർ മൈത്രേയനെ കുറിച്ച് പറഞ്ഞത് അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോ അത് പറയുകയും കൂടി ചെയ്തു. അഖിൽ മാരാർ എന്താണ് പറഞ്ഞത് നമുക്ക് അതൊന്നും കൂടി ആ ഒരു വീഡിയോയില് കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് മനുഷ്യരെല്ലാം വ്യത്യസ്ത തലത്തിലാണെന്ന് തിരിച്ചറിയാതെ എല്ലാവരും എന്നെ പോലെ ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് മൈത്രേയന്റെ കുഴപ്പം. ഇപ്പം അദ്ദേഹം ജനകീയ കോടതിയിൽ വന്ന് ചർച്ചയ്ക്കിരുന്നു. ഒരു ഇച്ചിരി മയക്കുമരുന്ന് അടിച്ചിട്ട് വന്ന് ചർച്ചയ്ക്കിരിക്കാൻ ചോദിക്കും പുള്ളിയെടുത്ത്. ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൈത്രേയനെ അവിടുന്ന് പൂട്ടിക്കെട്ടിയാൻ പറഞ്ഞു വിട്ടാണ്. ഹാഷ്മിക്ക് കൗണ്ടർ സംസാരിക്കാൻ അറിയാത്തതിൽ പറ്റിയ പാളിച്ചയാണ്. H2SO എന്ന് പറയുന്നതും നമ്മളെ മറ്റേന്താ മയക്കുമരുന്ന് കെമിക്കലാണ്, MDMA കെമിക്കൽ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വെള്ളം കെമിക്കൽ അല്ലേ, H2O കെമിക്കൽ അല്ലേ. ഇത് കെമിക്കലാണ്. ഈ ലോകത്തുള്ള എല്ലാം കെമിക്കലാണ്, എല്ലാ ഓർഗാനിക് ബോണ്ടിങ്ങിലൂടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള. പക്ഷേ അത് ഗുണമാണോ ദോഷമാണോ, ഇത് ശരീരത്തിലേക്ക് ചെല്ലുമ്പം ഇത് ഏത് രീതിയിൽ എഫക്ട് ചെയ്യുന്നു, ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ആണോ MDMA കഴിച്ചാൽ ഉണ്ടാകുന്നത്, ഇയാളുടെ ഓരോ കാര്യം. ഓക്കെ, ഇതാണ് പുള്ളി ആദ്യം പറയുന്നത്. ആദ്യം തന്നെ പുള്ളി പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം പുള്ളി ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ പുള്ളി എന്താണ് പറയുന്നത്, മയക്കുമരുന്ന് ഇവിടെ എന്ത് ചെയ്യണം, ബാൻ ചെയ്യാൻ പാടില്ല, ഇവിടെ എല്ലാവരും സുലഭമായിട്ട് വിറ്റ് കഴിഞ്ഞാൽ മയക്കുമരുന്ന് ആരും ഉപയോഗിക്കില്ല. അത് അപ്പം ഈ മഹിൽമാരെ പറയുന്നത് കറക്റ്റ് ആണ്. പുള്ളി അത് വാങ്ങിച്ച് കഴിക്കില്ലായിരിക്കും. പക്ഷെ പുള്ളിയുടെ ബോധമുള്ളവരല്ല, അല്ലെങ്കിൽ പുള്ളി ചിന്തിക്കുന്നത് പോലുള്ളവരല്ല ഈ സമൂഹത്തിൽ കൂടുതൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പുള്ളിക്ക് കഴിയുന്നില്ല. പുള്ളി എന്താണോ ചിന്തിക്കുക അതേ രീതിയിൽ മറ്റുള്ളവരും ചിന്തിക്കും എന്നൊരു തെറ്റിദ്ധാരണ പുള്ളിക്കുണ്ട്. അത് ഞാൻ ഇവിടെ അഖിൽ മാരാർ പറയുന്നതോട് യോജിക്കുന്നു. രണ്ടാമത് ഈ പുള്ളി അഖിൽ മാരാർ ഇതിനകത്ത് പറയുന്നുണ്ട്, ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് പുള്ളിയെ മടക്കി കെട്ടി അവിടെ ഇരുത്തുമായിരുന്നു എന്ന് പറഞ്ഞത് അവിടെ അത്രയും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഹാഷ്മി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൗണ്ടർ അടിക്കാനൊക്കെ അറിയാവുന്ന വളരെ നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ഈ ഹാഷ്മി. ബാക്കിയേക്കാം. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിന്റെ കേസ് പറയുന്നുണ്ട്. H2O, അതായത് കെമിക്കൽ, എല്ലാം കെമിക്കലാണ്. പക്ഷെ അവിടെ വെള്ളവും കെമിക്കലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്ട് 99% സംഭവങ്ങളും കെമിക്കൽ തന്നെയാണ്. പക്ഷെ ഏതൊക്കെ കെമിക്കൽ അകത്ത് പോയാലാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷം, അതാണ് നമുക്കിവിടെ പറഞ്ഞു മനസ്സിലാക്കുക. അല്ലാതെ വെള്ളം അത് കെമിക്കൽ അല്ലേ, അപ്പൊ വെള്ളം കുടിക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ട് MDMA കഴിച്ചുകൂടാ, അത് കെമിക്കലാണല്ലോ എന്ന് പറയുന്ന ന്യായീകരണം, ഈ പുള്ളിയുടെ കുറെ ന്യായീകരണം ഉപമയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ബാക്കി
പറയാൻ കേട്ടോ, ഞാൻ മറന്നുപോയിട്ടുള്ളത് ഇങ്ങനെ കുറേ വിവരക്കേടുകൾ വെച്ച് കത്തിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതിർത്തികളില്ലാത്ത ലോകത്തെ കുറിച്ച് പുള്ളി സ്വപ്നം കാണുന്നുണ്ട്. അപ്പം പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് ഇവിടെ യുദ്ധങ്ങളെ നമ്മുടെ തിരുവിതാംകൂർ ഒന്നിച്ചില്ലേ, മറ്റേത് ഒന്നിച്ചില്ലേ, കൊച്ചി ഒന്നിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കൊച്ചി രാജ്യം കൊച്ചിയും ഇവര് തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ. ഇവിടെ നിന്ന് പഞ്ചാബ് വരെയുള്ള ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ഉണ്ടാവേണ്ട യുദ്ധങ്ങൾ ഇല്ലാതായി എന്നുള്ളതാണ് പറയുന്നത്. പുള്ളിയുടെ വീട്ടിൽ മതിലുണ്ട്. ലോകത്ത് അതിർത്തികളൊക്കെ ഇല്ലാതാവണം, പക്ഷെ സ്വന്തം വീട്ടിൽ മതിൽ കിട്ടി വയ്ക്കും. ലോകത്ത് അതിർത്തികളൊന്നും പാടില്ല, പക്ഷെ പുള്ളിയുടെ വീട്ടിലും അതിലുണ്ട് എന്നുള്ളതാണ്. അത് പുള്ളി ഏകദേശം പറഞ്ഞത് തമാശയായിട്ടാണ് പറഞ്ഞത്. ഈ പുള്ളിക്ക് അത് ഞാൻ അന്ന് ഈ പുള്ളി ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു കേസാണ്. ഈ പുള്ളിയുടെ ഒരു ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിർത്തിയും പാടാതെ പാകിസ്ഥാനും ഇന്ത്യയൊക്കെ ഒരു അതിർത്തികളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കണം, ലോകത്ത് അതിർത്തികളെ പാടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അഖിൽ മാറാർ ഹാസ്യ രൂപേണ പറയുന്നുണ്ട് പുള്ളിയുടെ വീട്ടിലും അതിർത്തി. ഈ പുള്ളിക്ക് വസ്തു ഉണ്ട്, എനിക്കറിയത്തില്ല. പുള്ളിക്ക് വസ്തു ഒന്നും ഇല്ലാത്ത പുള്ളിയാണോ എനിക്കറിയത്തില്ല. വസ്തു ഉണ്ടെങ്കിൽ അതിര് കാണുമല്ലോ. അത് ഈ പുള്ളി അതായത് ഈ മൈത്രേയൻ പറയുന്ന സംഭവം ഒന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഇത് ഇന്നല്ല നാളെയല്ല ഒരു കാലത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങളല്ല. അതായത് ഈ പറയുന്ന തൊട്ടടുത്ത ഒരു രാജ്യത്തിലെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല, അങ്ങനെയാണ് പുള്ളി ഉപമിക്കുന്നത്. അതുകൊണ്ട് അതായത് ഒരു രാജ്യത്തുള്ള രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാത്തത് കൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലും യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ അതിർത്തികളുടെ ആവശ്യമില്ല എന്നാണ് മൈത്രേയൻ പറയുന്നത്. ബാക്കി ഈ പുള്ളി ചിന്തിക്കുന്നത് ലോകം ഒറ്റ ലോകമായി മാറണം, മനുഷ്യരെല്ലാം മൃഗങ്ങളായി മാറണം. കാരണം പുള്ളി പറയുന്നത് എന്താണെന്നറിയാമോ, വിവാഹം സങ്കല്പം ഇതൊന്നും പാടില്ല, അച്ഛൻ മകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം, അച്ഛൻ അമ്മയ്ക്ക് അതായത് മകൻ അമ്മയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെ ഒരു കാലം ഉണ്ടാവണം. കാര്യം അമ്മ എന്ന് പറഞ്ഞാൽ മൈത്രേയനെ സംബന്ധിച്ച് സ്ത്രീ മാത്രമാണ്, മകളെന്ന് പറഞ്ഞാൽ മൈത്രേയനെ സംബന്ധിച്ച് സ്ത്രീ മാത്രമാണ്. മൈത്രേയൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ, പുരുഷനും സ്ത്രീയും. ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്, കുടുംബം നമ്മൾ ഉണ്ടാക്കിയതാണ്. ആര് പറഞ്ഞു ഉണ്ടാക്കാൻ? പട്ടിക്കും പൂച്ചയ്ക്കും ഉണ്ട് കുടുംബം. പട്ടിയും പൂച്ചയും ആടുമൊക്കെ തന്നെ പിള്ളേരെ ഉണ്ടാക്കിയിട്ടിട്ട് അതേ അവരുമായിട്ട് രമിച്ച് അത് വീണ്ടും കുട്ടികളുണ്ടാക്കാൻ അവർക്കറിയത്തില്ല, വിവേചന ശേഷിയില്ല. അതുകൊണ്ട് ഓക്കെ, ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മൈത്രേയനെ കുറിച്ച് അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യർ മൃഗങ്ങളെ പോലെ ജീവിക്കണം എന്നുള്ള തരത്തിലാണ് ഈ മൈത്രേയൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാനൊരു കൊച്ചുണ്ടാക്കി അവനെ ഒരു പ്രായമാവുമ്പോഴേ ഞാൻ അവളെ പറഞ്ഞു വിട്ട് അവൾക്ക് അവളെ സ്വന്തം പോലെ ജീവിച്ചോട്ടെ. സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരു പിന്നീട് പിന്നീട് അഫയർ ഉണ്ടെങ്കിൽ മറ്റൊരാളുമായിട്ട് പിന്നെ ശരീരം പങ്കിടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അനുവദിക്കുന്നത് അവരുടെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണപരമായിട്ട് ഈ ആൾക്കാരെ പറഞ്ഞു പഠിപ്പിക്കുക. അതായത് മൃഗങ്ങളെ പോലെ ഈ അഖിൽ മാറാർ ഈ ഒരു കേസ് പറഞ്ഞിട്ട് ഞാൻ 100% യോജിക്കുന്നത്. മൃഗങ്ങളെ പോലെ മനുഷ്യർ വളരണം, സ്വന്തം അമ്മ ആരെന്നറിയില്ല, പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ് മോൾ ആരെന്നറിയില്ല, ആ രീതിയിൽ നടക്കണം എന്നുള്ളതാണ് മൈത്രേയൻ പറഞ്ഞതിന്റെ ഒരു ആ കൂടിയുള്ള ഒരു ഉത്തരം. അങ്ങനെയാണ് അമ്മ ഏതാ അച്ഛൻ ഏതാന്ന് പറഞ്ഞ മാനസിക ബോണ്ടിങ് പലപ്പോഴും മൃഗങ്ങൾക്ക് നമ്മൾ കാണാമെങ്കിലും വൈകാരികമായിട്ടുള്ള സ്നേഹം കാണാമെങ്കിലും ഇത്തരം തിരിച്ചറിവില്ല. അപ്പം മൈത്രേയൻ പറയുന്നത്, ഞാൻ പറയുന്നത് മൈത്രേയൻ അങ്ങനെ ചെയ്ത് കാണിക്കണം. നമ്മളൊന്നും സമൂഹത്തോട് പറയുകയല്ല വേണ്ടത്, നമ്മളിത് ചെയ്ത് കാണിക്കണം. ആണും പെണ്ണുമാണ് ഈ സമൂഹത്തിലുള്ളതെങ്കിൽ ആ ആണും പെണ്ണും എന്ന കാഴ്ചപ്പാടിലൂടെ തന്നെ അദ്ദേഹത്തിന് അപ്പോൾ അവിടെ മകളില്ല, അദ്ദേഹത്തിന് അമ്മയില്ല, അങ്ങനെ കാര്യം മനുഷ്യനുണ്ടാക്കിയതല്ലേ. കുടുംബം എന്ന് പറയുന്നത് ആരോ ഒരുത്തം ഉണ്ടാക്കി വെച്ചല്ലേ, അല്ലെങ്കിൽ വഴിനീളം നടന്നങ്ങ് ഗർഭം ഉണ്ടാക്കി കൊടുത്താൽ പോലെ. ആണിനെ സംബന്ധിച്ച് എളുപ്പമുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നടക്കുന്ന ഒരു വിശാലമായ ലോകം സൃഷ്ടിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് പുള്ളി. അത് നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് പുള്ളി ഇങ്ങനെ വന്നിരുന്നോട്ട് സംസാരിക്കുന്നത്. അത് കിട്ടിയപ്പോൾ അപ്പോ അഖിൽ മാറാർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ആണും പെണ്ണും എന്ന് പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, അമ്മയൊന്നോ സഹോദരികളോ അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന മൈത്രേയൻ അത് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ് എന്നാ പറയുന്നത്. അതായത് മകൾ എന്നുള്ള കൺസിഡറേഷൻ ആർക്ക് കൊടുക്കാൻ പാടില്ല, കനി കുസൃതി കൊടുക്കാൻ പാടില്ല. അതൊരു പെണ്ണ് മാത്രമായിട്ട് കണ്ടുകൊണ്ട് താങ്കൾക്ക് അത് ചെയ്യാൻ പറ്റും, അത് ചെയ്ത് കാണിക്കണം. അതായത് അഖിൽ മാറാർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന മൈത്രേയന്റെ മനസ്സിലുമുണ്ട് ഇതെന്റെ മകളാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പെണ്ണായിട്ട് കാണാനല്ല, തന്റെ മകളായിട്ട് തന്നെയാണ് കാണുന്നത്. പെണ്ണാണെങ്കിലും അതെന്റെ മകളാണ് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. പക്ഷെ പുള്ളി പറയുന്ന വാക്കുകളിൽ നമ്മൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നത് പട്ടികളെ പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ വളർത്തണം, സ്വന്തം ഭാര്യയ്ക്ക് വേറെ ആളുമായിട്ട് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങ് വിട്ടുകൊടുക്കണം, സ്വന്തം മകൾക്ക് വേറെ പലർക്കും താല്പര്യമുണ്ട്, മകൾക്ക് ആരോടാണ് താല്പര്യം അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അതോടെ ബന്ധമോ അവിടെ പിന്നീട് അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്വന്തം മകൾക്കോ ഭാര്യയ്ക്കോ ഏത് സ്ത്രീക്കോ ആരുമായിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളത് അവർക്കങ്ങ് മൃഗങ്ങളെ പോലെ അഴിച്ചു വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അഭിപ്രായത്തോടൊക്കെയാണ് ഞാൻ എതിർക്കുന്നത്. മൈത്രേയൻ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പെൺകുട്ടികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നല്ല നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, അവർ ഗർഭം ധരിക്കരുത്, ഗർഭം ധരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം
എന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതായത് പെൺകുട്ടികൾ പോവട്ടെ, ആരുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് ലൈംഗികതയിൽ ബന്ധപ്പെടാൻ അതിന് ഒരു പ്രശ്നം. നീ ആരെ വേണോ പോയി അവൻ്റെ അടുത്ത് പോയി കിടന്നോ, പ്രശ്നമില്ല. പക്ഷെ നീ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വരരുത്. ഗർഭം ഉണ്ടാക്കാതിരിക്കാൻ നീ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മൈത്രേയൻ പറയുന്നത്. ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയാണ് നമ്മൾ എതിർക്കുന്നത്. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതിലൊരു 100 പേരാണ് ഇത് കേൾക്കുന്നെങ്കിൽ ഒരു 10 പേര് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, മനസ്സിലാവും, എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് 10 പേർക്ക് മനസ്സിലാവും. ബാക്കി 90 പേരും അച്ഛൻ പറഞ്ഞു എന്ത് ചെയ്ത, ആരടുത്ത് വേണോ പോയി എന്ത് ചെയ്ത് നിങ്ങൾ ചെയ്തോ, ആരടുത്ത് വേണോ പോയി ചെയ്തോ, അല്ലെ ഏവന്റെ അടുത്ത് വേണോ പോയിക്കോ, പക്ഷെ ഗർഭം ഉണ്ടാക്കരുതെന്ന് മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി കണ്ണി കാണുന്നവർക്ക് എല്ലായിടത്തും പോയെങ്കിൽ ചെയ്യുമെന്നൊരു മകള് വിചാരിച്ചു കഴിഞ്ഞാൽ വല്ലതും ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെയുള്ള അഭിപ്രായത്തോടാണ് എനിക്ക് മൈത്രേയനോട് എതിർപ്പ്. അത് നമ്മൾ പറയുമ്പോൾ കുറെ എണ്ണം അത് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്, മനസ്സിലായവർ എന്താണ് മനസ്സിലായതെന്നും പറഞ്ഞു തരിക. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.